നീനെന്താ പണി? എന്റെ പണി ഇതാ പഴംപൊരി ഉണ്ടാക്കണം കുട്ടൂസിന്. പഴംപൊരി ഉണ്ടാക്കുക? അന്നത്തെ വൈകുന്നേരം പഴംപൊരിയാ? മോൻ പറഞ്ഞപ്പേ ഉണ്ടാക്കാൻ ചോദിച്ചു. ഇതിപ്പോ മാവൊക്കെ കുഴക്കി കഴിഞ്ഞാ? ഇതിപ്പോ എന്തൊക്കെ കാട്ടി എന്തൊക്കെ കൂട്ടിപ്പോയില്? ഇതിലെന്ത് മൈദപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി, പഞ്ചസാര, കുറച്ച് വെള്ളം, എല്ലാതും കൂടി ഞങ്ങൾ കുഴച്ച് എന്താ ഈ രൂപത്തിലാക്കുക. ഈ രൂപത്തിലാക്കിയിട്ട് ഇതെന്താ ചെയ്യേണ്ട അറിയോ നമുക്ക്? ഈ പഴം എടുക്കുക, ഒരു ഇതിലിങ്ങനെ ആക്കുക. ഇതിലാക്കിയിട്ട് വെളിച്ചെണ്ണ അതാ അടുപ്പിൽ വെച്ചിക്കണേ, ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പണ്ടൊരു കോമഡി ഇറങ്ങിയതിന്റെ പേര് ഇതാ കണ്ട ഇങ്ങനെ വെക്കുക. പഴം ഇതളായി മുറിച്ച് അരിമാവിൽ മുക്കി തേങ്ങയുടെ തെളിഞ്ഞിൽ അഥവാ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ നിന്നിട്ടിട്ട് അതിലേക്ക് വരുന്ന പ്രവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കോമഡി അതേപോലെ തന്നെ കണ്ടത്. ഓരോന്ന് പറഞ്ഞ് അത് കേടെടുത്തല്ലേ കേട്ടോ. ഒരു സൈഡ് ഇതായിക്കിനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിക്കുമ്പോ ഒന്നും കുട്ടികളൊന്നും എടുത്ത് നിർത്തരുത്, പെറിക്കും. അനിയത്തിന്റെ അവിടുന്നേ കൊണ്ടുവന്ന പഴമാണ്. അവിടെ വെള്ളപ്പൊക്കമായിട്ട് വാഴക്കോലൊക്കെ മറിഞ്ഞു വീണ് അവിടുന്ന് ആ പച്ച പഴം കൊണ്ടുവന്നത് പഴുത്തപ്പോ കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഒരു പണിയുണ്ട്, നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത് നോക്കാം. ബാക്കി മാവേറ്റില്ലേ പമ്പരുണ്ടാക്കിയതിന്റെ ബാക്കി മാവേറ്റ് നെയ്യപ്പം ഉണ്ടാക്കിയതാ? നെയ്യപ്പല്ല, കുഞ്ഞപ്പം. കുഞ്ഞപ്പം അല്ലേ? അപ്പോൾ അതാണ് കുഞ്ഞപ്പം വന്നിരിക്കുന്നത്. കുഞ്ഞപ്പം ഇവ എന്തെല്ലാം പണികളുണ്ട്. മാവ് ബാക്കിയായാൽ ചെയ്യാം. പിന്നെ വേറെ ചേർത്ത് ഉണ്ടാക്കട്ടോ, അതിൽ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കാം, അതും ടേസ്റ്റാണ്.